ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് കണ്ടിട്ട് പോയി. അന്ന് എന്നെ പറഞ്ഞിട്ട് കിണർ നോക്കിയപ്പോ ഒരു മഴക്കാലത്ത് ഫുള്ളായിട്ട് കിടക്കുന്നത് പോലെ, എങ്ങും വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് തന്നെ ആ തോടൊക്കെ ഉണങ്ങി കിടക്കുമല്ലേ. ഇന്ന് വീണ്ടും ഇത് കണ്ടപ്പോ ഒരു പേടിയുണ്ട്. അപ്പൊ വെള്ളത്തിനൊന്നും കുഴപ്പമില്ല. ഇത് ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങൾ കുടിക്കുന്ന വെള്ളമാണ്, അല്ലാതെ രുചിയൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ മഴ പെയ്യുമ്പോ കിണറിൽ വെള്ളം ആദ്യം കിടക്കുമ്പോ ഒരു നിറ വ്യത്യാസം വരില്ലേ, അതുപോലൊരു നിറ വ്യത്യാസമേ വന്നിട്ടുള്ളൂ, അല്ലാതെ പിന്നെ ഇല്ല, ചൊവയില്ല, രുചിയില്ല. വെള്ളത്തിന് ചൊവയൊന്നുമില്ല, വെള്ളത്തിന് നല്ല കളറുമുണ്ട്, തണുപ്പുണ്ട്, രുചികളൊന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു യാത്ര പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രാവിലെ വെള്ളം കണക്ട് നോക്കിയപ്പോൾ വെള്ളം വളരെ താഴ്ച ലെവലിലായിരുന്നു. വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ ഇതിലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഞങ്ങൾ വെറുതെ കിണറ്റിൽ വന്ന് നോക്കിയപ്പോൾ കിണറ്റിൽ വെള്ളം ഇറക്കുള്ള നിറഞ്ഞ് അങ്ങനെ കിടക്കുക. ഇതാ കളർ വ്യത്യാസമൊന്നും പറയാനില്ല. ഇങ്ങനെ പോയിട്ട് വന്നപ്പോ ഞാൻ അവിടെ ചെടിയുണ്ട് എനിക്ക്, അതിൽ യാദർച്ചയായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്നു. വാഷിംഗ് മെഷീൻ ഒന്നും ഓണും അല്ല. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് നോക്കി പുറകോട്ട് നോക്കി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചപ്പോൾ വെള്ളം ഒഴുകി വരുക. വെള്ളം അത് ഞങ്ങൾക്കൊരു പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു എന്താ സംഭവം. അപ്പം ഞാൻ എന്നാ കിണറൊന്ന് നോക്കിയേക്കാമെന്ന് കണ്ട് കിണർ നോക്കിയപ്പോൾ ഒരു മഴക്കാലത്ത് ഫുള്ളായിട്ട് കിടക്കുന്നത് പോലെ. ഇന്ന് വീണ്ടും ഇത് കണ്ടപ്പോൾ ഒരു പേടിയുണ്ട്. അപ്പം ഞാനിത് ഇവിടുന്ന് കോരി എടുത്തു. അപ്പോൾ നല്ല തണുപ്പ്, ഒരു സ്മെല്ലും ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള വെള്ളം ചിലപ്പോൾ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നാൽ പുറകിൽ നിന്നൊക്കെ ഞങ്ങളെടുത്ത് കുടിച്ചിട്ടുണ്ട്, മക്കളും ഒക്കെ ആയിട്ടുള്ളപ്പോൾ കുടിക്കുമായിരുന്നു. അപ്പം അല്ല, വെള്ളത്തിന് അരുചിയൊന്നും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് കണ്ടിട്ട് പോയി. അന്ന് എന്നെ എങ്ങും വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് തന്നെ ആ തോടൊക്കെ ഉണങ്ങി കിടക്കുമല്ലേ. വന്നപ്പം ഇവിടം വരെ ഫുൾ വെള്ളമായിരുന്നു. അന്നേരം എനിക്ക് കണ്ടപ്പോഴേ ഒരു പേടി പോലെ വന്നു. വെള്ളിയാഴ്ച അച്ഛൻ ആശുപത്രി പോയി. വ്യാഴാഴ്ച വരെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു. ഇവര് പേര തൂക്കുന്ന ചൂലും കൊണ്ടായിരുന്നു ഇവിടെ എല്ലാം തൂത്തോണ്ടിരുന്നത്. അന്നേരം പിറ്റേന്ന് ഇവർ വന്ന് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഫുൾ വെള്ളം. അന്നേരം അച്ഛനും പേടിച്ചു പോയി, എന്തോ ഈ സംഭവം. ഇവർക്ക് വീടിനൊരു ആശങ്ക പോലെ. അന്നേരം ഞങ്ങൾ വിളിച്ചു. അന്നേരം ചെക്കിങ് ഇന്ന് വാട്ടർ സപ്ലൈയിൽ വെള്ളത്തിന്റെ ഇതിന് കൊടുത്തിട്ടുണ്ട്, പ്യൂരിഫിക്കേഷന് വേണ്ടി. പിന്നെ വേറെ ആരും വന്നിട്ടൊന്നുമില്ല. ജിയോളജിക്കാരെങ്ങാനും വരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു സംശയം. ഇവർക്ക് വെള്ളമല്ലേ, ഉറവാണെങ്കിൽ എവിടെ നിന്ന് പൊട്ടിയെന്നാ നമുക്കറിയാതെ നോക്കത്തില്ലല്ലോ. ഇവിടെ ഒരു വീടുണ്ട് അങ്ങ് മണ്ടയില്ല, ഒത്തിരി ദൂരെയാണ്, ഒത്തിരി ദൂരെ ഡിസ്റ്റൻസിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് ഇല്ല. ഇപ്പം ഒരാഴ്ച കൊണ്ട് വെള്ളവും പൈപ്പിൽ ശക്തിക്കില്ല, ഉണക്കായതുകൊണ്ട് മോട്ടറെല്ലാം പൊട്ടിപ്പോയാ. അന്നേരം അങ്ങനെ വെള്ളത്തിൻ്റെ ലീക്കേജ് നമ്മൾ പറയാൻ ഒക്കത്തില്ല. പിന്നെ എന്തോ സംഭവം എന്ന് ഇവിടെ എല്ലാം ഇതെല്ലാം പാറയായിരുന്നു. പാറ പൊട്ടിച്ചിട്ടാണ് ഇവർ വീട് വെച്ചത് തന്നെ. അന്നേരം പാറ എങ്ങനെ എന്തെങ്കിലും ആയി ഒന്നും ചൂടല്ലേ. ഇല്ല ഇത്രയും വർഷമായിട്ട് അച്ചാറും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആരെങ്കിലും അപ്പൊ മെമ്പറൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകാർ വരുമായിരിക്കുമെന്ന്. അല്ല നമ്മള് മാറണം. ഇത് പാറ പൊട്ടിയ ഉറവ് വരുവാന്നോ, എങ്ങനെ പൈപ്പ് പൊട്ടി ഉറവ്, നമുക്കൊരു മനസ്സിലൊരു പേടിയില്ലേ, ഉറങ്ങാനൊക്കത്തില്ല. ഈ പാറ എങ്ങനെ പൊട്ടി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് എങ്ങനെ വന്നാലോ, അതുകൊണ്ട് പേടിയാണ്. മഴക്കാലത്ത് ഞങ്ങൾക്ക് പേടിയാ ഇവിടെ താമസിക്കാൻ വന്നു കഴിഞ്ഞപ്പോ. കാരണം വലിയ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ പേര് റൂബി കോശി, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള 16-ാം വാർഡിലാണ് നമ്മൾക്ക് ഈ ഒരു വീട്ടില് ഇവിടെ വെള്ളം തനിയെ ഒരു ഉറവ് പോണക്ക് വന്നിട്ട് വെള്ളം അതീവമായി നല്ല ഈ വരൾച്ചയുള്ള സമയത്ത്, കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ്. അന്നേരം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഉറവ ഇങ്ങനെ പൊട്ടി ഈ വീടിനോട് സമീപത്ത് കിണറുണ്ട്. ആ കിണറ്റില് നിറഞ്ഞു വെള്ളം ഒഴുകുന്ന ഒരവസ്ഥയാണ്. കാരണം കുറച്ച് വെള്ളം ഉറവ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഉറവ കുറച്ച് താണു. കളർ വ്യത്യാസം, ഇച്ചിരി ചെറിയ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ കിണറ്റില് ഒരു മുക്കാലടയോളം വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ, മറ്റുള്ള കിണറ്റിലെല്ലാം വെള്ളം താണു. കുടിവെള്ളം ഇറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സമയമാണ് ഈ വീടിന്റെ അതിർത്തിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടത്. ഇതെന്താണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കൊടുത്തിരുന്നു.
ഇനിയും ജിയോളജിയെ കൂടെ അറിയിച്ചുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ.